Hello dear students, Database Management System and RDBMS Unit 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് SQL കമാൻഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. DML, DDL, DQL, TCL ഇതിനെല്ലാം പറ്റി വിത്ത് എക്സാമ്പിളും അതിൻ്റെ സിൻടാക്സും എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, നിങ്ങൾക്ക് ലാബിൽ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ആരെങ്കിലും ആ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ ലിങ്കെല്ലാം കൊടുക്കാം, അതൊന്നും പോയിട്ട് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL കൺസ്ട്രെയിൻസും അതേപോലെ SQL ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കൺസ്ട്രെയിൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് കീ കൺസ്ട്രെയിൻസ് അല്ലെ, ഫോറിൻ കീ കൺസ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ SQLിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ഭാഗം. രണ്ടാമത്തത് SQLിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലേ, ആൻഡ്, ഓർ, നോട്ട്, ബേസിക് ആയിട്ടുള്ള മൂന്ന് SQL ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം SQL കൺസ്ട്രെയിൻസ് ആണ്. സോ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇമ്പോസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഓരോ കോളത്തിലേക്കും എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ SQL കൺസ്ട്രെയിൻസ് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ റൂൾസ് ഫോർ ദി ഡാറ്റ ഇൻ എ ടേബിൾ അല്ലേ. നമ്മൾ ടേബിൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്താ പറയുക, SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ കൺസ്ട്രെയിൻസ് ആർ യൂസ്ഡ് ടു ലിമിറ്റ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് യു ക്യാൻ ഗോ ടു ഇൻ ടു ദ ടേബിൾ. നിങ്ങൾ ഡാറ്റ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഒരു പ്രീ റൂൾസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ ദിസ് എൻഷ്യൂർ അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഡാറ്റ ഇൻ ദ ടേബിൾ. സോ നിങ്ങൾ ഇപ്പം ഈ ഒരു റൂള് ഇമ്പോസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് മുകളിൽ കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. സോ ഇഫ് ദർ എനി വയലേഷൻ ബിറ്റ്വീൻ ദ കൺസ്ട്രെയിൻസ് ആൻഡ് ദ ഡാറ്റ ആക്ഷൻ, ദ ആക്ഷൻ ഈസ് അബോർട്ടഡ്. സോ നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ഒരു കൺസ്ട്രെയിൻ ആണ് നോട്ട് നൾ, അതായത് നൾ വാല്യൂ കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, അതായത് പ്രൈമറി കീക്ക് നൾ വാല്യൂ കൊടുക്കാൻ പറ്റില്ല, നമുക്കറിയാം അല്ലേ. പ്രൈമറി കീ സെറ്റ് ചെയ്താൽ അതിനൊരിക്കലും എന്താൻ പറ്റില്ല, നൾ വാല്യൂ കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം ആ കൺസ്ട്രെയിൻ നമ്മൾ ഇവിടെ കൊടുക്കാമെന്ന് വിചാരിക്കും, പ്രൈമറി കീ എന്നുള്ള കൺസ്ട്രെയിൻ കൊടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പ്രൈമറി കീൻ്റെ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ പ്രൈമറി കീൻ്റെ കോളത്തിലേക്ക് ബ്ലാങ്ക് ആയിട്ട് ഒരു റോ ഓഫ് ഡാറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടപ്പിൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ ആക്ഷൻ അബൌട്ട് അല്ലെങ്കിൽ അവിടെ എറർ മെസ്സേജ് വരും. ഓക്കെ, ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ വയലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. സോ നമ്മൾ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ടേബിളിലേക്ക് ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ടപ്പിൾ ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ കൺസ്ട്രെയിൻസ് ക്യാൻ ബി കോളം ലെവൽ ഓർ ടേബിൾ ലെവൽ. നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെവൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആൾട്ടർ ടേബിൾ അടിച്ചിട്ട് കോളം ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺസ്ട്രെയിൻസ് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. കോളം ലെവൽ കൺസ്ട്രെയിൻസ് അപ്ലൈ ടു കോളംസ് ആൻഡ് ടേബിൾ ലെവൽ കൺസ്ട്രെയിൻസ് അപ്ലൈ ടു വോൾ ടേബിൾ. സോ മോസ്റ്റ് യൂസ്ഡ് കൺസ്ട്രെയിൻസ് ആർ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻ ആണ് നോട്ട് നൾ. നോട്ട് നൾ എന്ന് എന്താ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ. അതായത് ആ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ നള്ളാക്കി വിടാൻ പാടില്ല. യുണീക്ക് ആയിരിക്കണം വാല്യൂ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പ്രൈമറി കീ, ദിസ് ഇസ് എ പ്രൈമറി കീ ആണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോറിൻ കീ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ചെക്ക് കൺസ്ട്രെയിൻ, അതായത് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം എനിക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പം ഏജ് ആണ് വിചാരിക്കുക, ഏജ് ഗ്രേറ്റർ ദാൻ 10 ആണ് വേണ്ടത്, അല്ലെങ്കിൽ റോൾ നമ്പർ ഉണ്ട് വിചാരിക്കുക. റോൾ നമ്പർ എന്തായാലും എന്തേ ഉള്ളൂ, 0നെക്കാട്ടും വലുതേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ അത് ഇൻസേർട്ട് സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെക്ക് കൺസ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ -1 അടിച്ചാൽ റോൾ നമ്പർ അല്ല അല്ലേ, അല്ലെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 0 ഉണ്ടാവുള്ളൂ അല്ലേ, ഏജ് ഒരിക്കലും -8 ഒന്നും വരില്ല. സോ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു കൺസ്ട്രെയിൻ ആണെന്ത്, ചെക്ക് കൺസ്ട്രെയിൻ. അത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കും ചെക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 0, അതായത് ഏജിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് എന്തായാലും 0നെക്കാട്ടും വലുതായിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ കോളത്തിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിന് ഒരു വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡിഫോൾട്ട് ആയതിന് ഒരു വാല്യൂ നമ്മൾ ഡാറ്റാബേസ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫോൾട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ്. ഇത് ഓരോന്നും എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ലാബ് ചെയ്യുമ്പോൾ ഒക്കെ വളരെ ആവശ്യമുള്ള സാധനങ്ങളാണ്. സോ അതിൻ്റെ സിൻടാക്സും എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നോട്ട് നൾ കൺസ്ട്രെയിൻസ്. സോ നോട്ട് നൾ എന്ന് ഓൾറെഡി പറഞ്ഞു, ആ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നള്ളാക്കി വിടാൻ പാടില്ല. ഓക്കെ,
നോട്ട് എ കൺസ്ട്രെയിൻറ്റ് റെസ്ട്രിക്ട് ദ കോളം ഫ്രം ഹാവിങ് എ നൾ വാല്യൂ അല്ലേ. നൾ വാല്യൂ ആവാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലാങ്ക് ആക്കി വിടാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ ഫിൽ ചെയ്തിരിക്കണം. സോ വൺസ് നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ് ഈസ് അപ്ലൈ ടു എ കോളം യു കനോട്ട് പാസ് എ നൾ വാല്യൂ ടു ദാറ്റ് കോളം അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോളത്തിൽ നൾ വാല്യൂ നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ് ഇമ്പോസ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും നൾ വാല്യൂ കൊടുക്കാൻ പറ്റില്ല, ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല എന്നർത്ഥം. ഇറ്റ് എൻഫോഴ്സസ് എ കോളം ടു കണ്ടെയ്ൻ എ പ്രോപ്പർ വാല്യൂ. One important point is not about the constraint is that it cannot be benefited at table level. So ഇത് കോളം ലെവലാണ് നമ്മൾ സാധാരണ ഈ നോട്ട് നള്ളുള്ള വാല്യൂ കൊടുക്കാറുള്ളത്. സോ അതെങ്ങനെ ഇമ്പോസ് ചെയ്യുന്നുള്ള എക്സാമ്പിളാണ് ക്രിയേറ്റ് ടേബിൾ. നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്ന കമൻറ്റ് ഇന്നലെ പഠിച്ചു അല്ലേ. സോ ക്രിയേറ്റ് ടേബിൾ, ഇത് ടേബിൾ ഉണ്ടാക്കാനുള്ള കമൻറ്റാണ്. ടേബിൾ നെയിം ആണ് സ്റ്റുഡൻറ്റ്, ദെൻ SID സ്റ്റുഡൻറ്റ് ID, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് നോട്ട് നൾ. കണ്ടോ, നോട്ട് നൾ. സോ നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ കീ വേർഡ്സുകളെല്ലാം യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനർത്ഥം എന്താണ്, സ്റ്റുഡൻറ്റ് ID എന്നുള്ളത് ഇൻറ്റിജർ ആണ്, പ്ലസ് അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് നൾ ആക്കി വിടാൻ പാടില്ല എന്നർത്ഥം. ദെൻ നെയിം വാർക്കാർ ഏജ് ഇൻറ്റ് നോട്ട് നൾ. അഗൈൻ ഏജിൻ്റെ വാല്യൂ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നള്ളാക്കി വിടാൻ പാടില്ല. അവിടെ എന്തെങ്കിലും ഒരു വാല്യൂ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കണം. അതാണ് ഇതിൻ്റെ മീനിങ്. സോ രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റ് ആണ് യുണീക്ക് കൺസ്ട്രെയിൻറ്റ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ യുണീക്ക് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിന് കൊടുക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ യുണീക്ക് കൺസ്ട്രെയിൻറ്റ് എൻഷ്യൂർ ദാറ്റ് ദ ഫീൽഡ് ഓർ കോളം വിൽ ഓൺലി ഹാവ് എ യുണീക്ക് വാല്യൂ. എ യുണീക്ക് കൺസ്ട്രെയിൻറ്റ് ഫീൽഡ് വിൽ നോട്ട് ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാവില്ല, യുണീക്ക് ആയിരിക്കും. സോ എക്സാമ്പിൾ എങ്ങനെയാണ് കൊടുക്കുന്നതാണ്, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്സ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്, SID ഇൻറ്റ് നോട്ട് നൾ കൊടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് കൊടുക്കാം, അത് യുണീക്കും ആയിരിക്കണം കൊടുക്കാം. സോ നോട്ട് നൾ എഴുതുന്നു, സ്പേസ് ഇട്ടിട്ട് യുണീക്ക് എന്ന് എഴുതിയാൽ എന്തായി, ഈ SID സ്റ്റുഡൻറ്റ് ID എന്നുള്ള കോളത്തിൽ നമ്മൾ വാല്യൂസ് നള്ളാക്കാൻ പാടില്ല, പ്ലസ് അവിടെ യുണീക്കാണ്, അത് റിപ്പീറ്റേഷനും പാടില്ല എന്നാണ് അർത്ഥം. കോമ ഇട്ടിട്ട് നെയിം വാർക്കാർ ഏജ് ഇൻറ്റ്, വേണമെങ്കിൽ ഏജ് നേരത്തെ പറഞ്ഞ പോലെ നോട്ട് നൾ നമുക്ക് കൊടുക്കാം. സോ ഈ രീതിയിലാണ് നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇനി ഈ യുണീക്ക് കൺസ്ട്രെയിൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിന് നിങ്ങൾ വിചാരിക്കുകയാണ് അത് യുണീക്ക് ആയിരിക്കണം വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് യുണീക്ക്, ആ കൺസ്ട്രെയിൻ ഇവിടെ കൊടുത്തു, യുണീക്ക് ഏത് കോളത്തിനാണോ യുണീക്ക് കൺസ്ട്രെയിൻ വേണ്ടത് അത്. സോ ആൾട്ടർ ടേബിൾ ഏത് ടേബിളാണോ ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളാണ്, ദെൻ ആഡ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, യുണീക്ക് എന്നുള്ള കൺസ്ട്രെയിൻ ആഡ് ചെയ്യുകയാണ്. അത് ഏത് കോളത്തിൻ്റെ മുകളിലാണ്, SID എന്നുള്ള കോളത്തിൻ്റെ മുകളിലാണ് ഇൻ സ്റ്റുഡൻറ്റ് ടേബിൾ. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യുണീക്ക് കൺസ്ട്രെയിൻറ്റ്സ് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആണ് പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ്സ്. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും, അതെന്താണ് കീ എന്ന് പറയും. കാരണം അത് വെച്ചിട്ട് നമുക്ക് യുണീക്കായിട്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ ഓരോ റോസും നമുക്ക് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ് പറയുന്നത്, പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ എ ഡാറ്റാബേസ്. സോ നമുക്ക് ഡാറ്റാബേസിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് കിട്ടണം. സോ ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ റോൾ നമ്പർ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം റോൾ നമ്പർ ഒരാൾക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ ആ രീതിയിൽ യുണീക്കായിട്ട് നിങ്ങളെല്ലാവരുടെയും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ ഉള്ളതാണ് എന്ത്, റോൾ നമ്പർ. അതേപോലെ ഓരോ കോളത്തും അല്ലെങ്കിൽ ഓരോ ടേബിളിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടേബിളിലെ ഏതൊരു വാല്യൂവിനെ നമുക്ക് യുണീക്കായിട്ടുള്ള ഈ പ്രൈമറി കീ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എ പ്രൈമറി കീ മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ. സോ പ്രൈമറി കീൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിൽ യുണീക്ക് ആയിരിക്കണം, അതായത് റിപ്പീറ്റേഷൻ പാടില്ല, പ്ലസ് അത് നോട്ട് നൾ ആയിരിക്കണം, അവിടെ ഒരിക്കലും നൾ വാല്യൂ പറ്റില്ല. സോ നോട്ട് നള്ളിൽ യുണീക്കും കൂടെ കൊടുക്കുന്ന പകരം പ്രൈമറി കീ കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് യൂസിങ് പ്രൈമറി കീ കൺസ്ട്രെയിൻ അറ്റ് ടേബിൾ ലെവൽ. എങ്ങനെയാണ് നമ്മൾ ടേബിൾ ലെവൽ ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്, SID സ്റ്റുഡൻറ്റ് ID ഇൻറ്റിജർ ആണ് ഡാറ്റ ടൈപ്പ്, വി സെറ്റ് ഇറ്റ് ആസ് എ പ്രൈമറി കീ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, SID ആണ് ഞാനിവിടെ ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ പ്രൈമറി കീ ആക്കുന്നത്. സോ ഐ റൈറ്റ് പ്രൈമറി കീ. സോ അത് എഴുതുന്ന രീതിയൊക്കെ നോക്കുക, അവിടെ സ്പേസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ എഴുതിയാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. സ്പെല്ലിങ്ങോ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഓക്കെ, ദെൻ നെയിം വാർക്കാർ 60 നോട്ട് നൾ ഏജ് ഇൻറ്റ് ഇങ്ങനെ കൊടുത്തു. ഇനി ഇതല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രൈമറിക്ക് സെറ്റ് ചെയ്യാം, അതാണ് ക്രിയേറ്റ് ടേബിൾ പേഴ്സൺ ID ഇൻറ്റ് നോട്ട് നൾ കൊടുത്തു ഞാൻ, ലാസ്റ്റ് നെയിം വാർക്കാർ
നോട്ട് നൾ കൊടുത്തു, ഫസ്റ്റ് ടൈം വേർക്കാർ 2 മീൻസ് സൈസ് കൊടുത്തു, ഏജ് ഇൻറ്റ് ദെൻ ഞാൻ എന്ത് ചെയ്തു പ്രൈമറി കീ ഏതാണെന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അത് പ്രൈമറി കീ ചെയ്തിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ആട്രിബ്യൂട്ട്സിൽ ഏതാണോ പ്രൈമറി കീ ആക്കേണ്ടത് അത് കൊടുത്തു. സോ ഐ ഡി ആണ് ഞാൻ പ്രൈമറി കീ ആക്കുന്നത്. സോ ഐ ഡി എന്നുള്ളത് ഞാൻ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്തു. സോ ഈ രീതിയിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി കീ സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്തതിന് കൂടെ തന്നെ പ്രൈമറി കീ കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം പ്രൈമറി കീ ചെയ്തിട്ട് ഏതാണോ പ്രൈമറി കീ ആക്കേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പ്രൈമറി കീ സെറ്റ് ചെയ്യാം. ഇനി പ്രൈമറി കീ കൺസ്ട്രെയിൻ കോളൻ ലെവൽ, അതായത് ഓൾറെഡി ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആൾട്ടർ ടേബിൾ, ഏത് ടേബിളാണ് സ്റ്റുഡൻറ് എന്നുള്ള ടേബിൾ ആണെങ്കിൽ സ്റ്റുഡൻറ് ചെയ്ത് ആഡ് എന്താണ് ആഡ് ചെയ്യേണ്ടത്, പ്രൈമറി കീ ആഡ് ചെയ്യണം. ആ പ്രൈമറി കീ ആഡ് ചെയ്യേണ്ടത് ഏത് കോളത്തിനാണ് ആ കോളം നെയിമും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. SID ആണ് ഞാൻ ഇവിടെ പ്രൈമറി കീ ആക്കുന്നത് ഇൻ സ്റ്റുഡൻറ് ടേബിൾ. സോ ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ് ആഡ് പ്രൈമറി കീ SID എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇത് ഈ രീതിയിലാണ് പ്രൈമറി കീ കൊടുക്കുന്നത്. സോ നിങ്ങൾ ലാബിലൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, ഫസ്റ്റിലെ കുറേ പ്രോഗ്രാം അതിൽ പ്രൈമറി കീ സെറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫീൽഡിൻ്റെ പ്രൈമറി കീ ആക്കാൻ പറ്റിയ ഒരു ഫീൽഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്തിട്ട് വേണം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ ഏത് രീതി വേണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ഒരു നല്ല പ്രാക്ടീസ് എന്താണ്, എപ്പോഴും ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കോളം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ. ഓൾറെഡി ഫോറിൻ കീ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് ഉപയോഗിച്ച ഒരു ആട്രിബ്യൂട്ട്സിനെ വേറൊരു ടേബിളിൽ നമ്മൾ നോർമൽ ആട്രിബ്യൂട്ടാക്കി ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഫോറിൻ കീ എന്ന് പറയും. സോ ആ ഫോറിൻ കീ വെച്ചിട്ട് ഈ രണ്ട് ടേബിൾ തമ്മിൽ എന്ത് ചെയ്യാൻ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ രണ്ട് ടേബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് നമ്മൾ സാധാരണ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. സോ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അതിലെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫോറിൻ കീ യൂസ് ടു റിലേറ്റ് ടു ടേബിൾസ് അല്ലെ, രണ്ട് ടേബിൾസ് തമ്മിൽ റിലേറ്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. സോ ഫോറിൻ കീ കൺസ്ട്രെയിൻ ഈസ് യൂസ്ഡ് ടു റെസ്ട്രിക്റ്റ് ആക്ഷൻ ദാറ്റ് വുഡ് ഡിസ്ട്രോയ് ലിങ്ക്സ് ബിറ്റ്വീൻ ടേബിൾ. സോ ഈ ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ എന്തിനാണ്, ഈ രണ്ട് ടേബിൾ തമ്മിലൊരു ലിങ്ക് ഉണ്ട് അല്ലേ, അവിടെ ഏതോ ഒരു ഡാറ്റ നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും ഫോറിൻ കീ വെച്ചിട്ട്. സോ ആ ടേബിൾ തമ്മിലുള്ള ലിങ്ക് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യാനില്ല, അതിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ആണെന്ന് പറയുന്നത് ഫോറിൻ കീ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ ടു അണ്ടർസ്റ്റാൻഡ് ഫോറിൻ കീ ലെറ്റ് us see എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ ആദ്യം ഒരു ടേബിൾ കാണിക്കാം. ഇവിടെ ആദ്യ ടേബിളാണ് കസ്റ്റമർ ഡീറ്റെയിൽ ടേബിൾ. ഇത് നോക്കുക, കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, അഡ്രസ്. ഇവിടെ കസ്റ്റമർ ID 101, 102, 103, ആഡം, അലക്സ് ആൻഡ് സ്റ്റുവർട്ട്. അഡ്രസ് നോയിഡ, ഡൽഹി ആൻഡ് റോത്തക്. ഇങ്ങനെയാണ് അത് കൊടുത്തത്. രണ്ടാമത്തെ ടേബിളാണ് എന്ത്, ഓർഡർ ഡീറ്റെയിൽസ്. ഓർഡർ ഡീറ്റെയിൽ നോക്കുക, നിങ്ങൾ കോളംസ് ഏതൊക്കെയാണ്, ഓർഡർ ID, ഓർഡർ നമ്പർ, CID. സോ ഈ കസ്റ്റമർ ID എന്നുള്ളത് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്, ഈ കസ്റ്റമർ ID എന്നുള്ളത് ഈ ടേബിൾ നമ്മൾ നോർമലാക്കി ഫോറിൻ കീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പ്രൈമറി കീ ഓഫ് കസ്റ്റമർ ഡീറ്റെയിൽ ടേബിൾ അല്ലേ. ഈ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ് നമ്മളിവിടെ ഫോറിൻ കീ ആയിട്ട് ഉപയോഗിച്ചത്. സോ അവിടെ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഇവിടെ ഉപയോഗിച്ച ഡാറ്റാസ് അല്ലേ, ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോളത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇവിടെ അധികം ഒന്നും കൂടി ചെയ്യാൻ പറ്റില്ല, അതേപോലെ ഇവിടെ ഇല്ലാത്തത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ കസ്റ്റമർ ഐഡിയും ഈ കസ്റ്റമർ ഐഡിയും തമ്മിൽ ഫോറിൻ കീ റിലേറ്റഡ് ആണത്. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ഒരു ഓർഡർ ID, സപ്പോസ് ഒരു വയലേഷനാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു ഓർഡർ ID 13 ഇട്ടു, ഓർഡർ 4 കൊടുത്തു, ഞാൻ കസ്റ്റമർ ID 104 എന്ന് കൊടുക്കുന്നു വിചാരിക്കാം. 104 അതൊരു വയലേഷനാണ്. കാരണം ഈ 104 എന്നുള്ളത് എവിടെ ഇല്ലാത്തതാണ്, ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് റെഫറൻസ് എവിടെയാണ്, ഇവിടെയാണ്. സോ ഇവിടെ 104 ഇല്ല. സോ അതൊരു വയലേഷനാണ്. അതേപോലെ ഞാൻ ഈ കസ്റ്റമർ ഡീറ്റെയിൽ എന്ന ടേബിളിൽ ഈ 101 ആഡം നോയിഡ എന്നുള്ള ഡാറ്റ കംപ്ലീറ്റ് അങ്ങ് റിമൂവ് ചെയ്യാൻ വിചാരിക്കാം. ഓക്കെ, ഈ ഡാറ്റ റിമൂവ് ചെയ്തു. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണ്, ഓർഡർ ഡീറ്റെയിൽസ് ഉള്ള ടേബിളിൽ ഫസ്റ്റ് ഓർഡറിലെ കസ്റ്റമർ ID 101 ആണ്. സോ അത് ഇവിടെ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓൾറെഡി പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ലാതെയാവും. സോ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. സോ ഈ രണ്ട് പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് നമുക്ക് വയ്യ നോക്കാം. ഓക്കെ, സോ എന്താണ് ഫോറിൻ കീ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഞാൻ. ഓക്കെ, സോ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് കണ്ടിന്യൂഷൻ ആണ്, അത് എങ്ങനെയാണ് കൊടുക്കുന്നുള്ളതാണ്. ഇൻ കസ്റ്റമർ ഡീറ്റെയിൽ ടേബിൾ കസ്റ്റമർ ID ഈസ് എ പ്രൈമറി കീ വിച്ച് സെറ്റ് ആസ് എ ഫോറിൻ കീ ഇൻ ഓർഡർ ഡീറ്റെയിൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, രണ്ട് ടേബിൾ ആ കസ്റ്റമർ ID ആണ് കോമൺ ആയിട്ട് വരുന്നത്, ഒന്ന് പ്രൈമറി കീ ആണ്, മറ്റത് അതിൻ്റെ ഫോറിൻ കീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ വാല്യൂ ദാറ്റ് entered in customer ID which is set of foreign key in order details. നമ്മൾ കസ്റ്റമർ ID എന്നുള്ള ടേബിൾ കൊടുക്കുന്നത് ഓർഡർ ഡീറ്റെയിൽസിൽ നമ്മൾ ഫോറിൻ കീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സോ ടേബിൾ മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ കസ്റ്റമർ ഡീറ്റെയിൽ ടേബിൾ വേർ
ഇറ്റ് സെറ്റ് ആസ് എ പ്രൈമറി കീ അല്ലെ. ഓർഡർ ഡീറ്റെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്ന CID നിർബന്ധമായിട്ട് എവിടെ ഉണ്ടാവണം? കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ടാവണം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണത്. So this prevents invalid data to be inserted into customer ID column of order details. So invalid ആയിട്ടുള്ള ഡാറ്റ ഇൻസേർട്ട് ചെയ്തതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രെയിൻസ് അവിടെ വെക്കുന്നത്. So if you try to insert an incorrect data, DBMS will return an error and will not allow you to insert data. നേരത്തെ പറഞ്ഞില്ലേ, അതായത് കസ്റ്റമർ ID 104 എന്ന് പറഞ്ഞിട്ടില്ലേ, ഇവിടെ 104 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയ ഓർഡർ ID ക്രിയേറ്റ് ചെയ്താൽ അത് എറർ കാണിക്കും. അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കസ്റ്റമർ ID എന്നുള്ളത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ അത് എറർ കാണിക്കും. സോ നമുക്കത് അങ്ങനത്തെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ യൂസിങ് ഫോറിൻ കീ കൺസ്ട്രെയിൻ ഇൻ ടേബിൾ ലെവൽ, നമ്മൾ എങ്ങനെയാണ് ടേബിൾ ലെവലിൽ ഫോറിൻ കീ കൺസ്ട്രെയിൻ കൊടുക്കുന്നതാണ് നോക്കുന്നത്. സോ ഫോറിൻ കീ ഉള്ള ടേബിൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ക്രിയേറ്റ് ടേബിൾ ഓർഡർ ഡീറ്റെയിൽസ് ഓർഡർ ID ഇതിൻ്റെ പ്രൈമറി കീ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ടേബിൾ നോക്കുക നിങ്ങൾ. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നാണ്. ക്രിയേറ്റ് ടേബിൾ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റത് സാധാരണ നിങ്ങൾ കസ്റ്റമർ ഡീറ്റെയിൽസ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ ഡീറ്റെയിൽസ് കസ്റ്റമർ ID ഇൻഡ് പ്രൈമറി കീ എന്നൊക്കെ ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. രണ്ടാമത്തെ ടേബിളാണ് നമ്മൾ നോക്കുന്നത് ഫോറിൻ കീ കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ക്രിയേറ്റ് ടേബിൾ ഓർഡർ ഡീറ്റെയിൽസ്, അതിന് ആദ്യത്തെ കോളം ഓർഡർ ID ആണ്. സോ ഓർഡർ ID ഇറ്റ് ഈസ് ഇൻറ്റിജർ. അതിൻ്റെ പ്രൈമറി കീ എന്താണ്? ഓർഡർ ID ആണ്, കോമ. ഓർഡർ നെയിം വേർക്യാർ, അത് നോട്ട് നള്ളാണ്, നള്ളാക്കാൻ പാടില്ല. ദെൻ CID അല്ലേ, CID മീൻസ് കസ്റ്റമർ ID. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം കസ്റ്റമർ ഡീറ്റെയിൽ ടേബിൾ അല്ലേ. അതിവിടെ ഫോറിൻ കീ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റ് ആണ്. സോ ഇനി അതെങ്ങനെയാണ് ഫോറിൻ കീ ആക്കി കൊടുക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. അത് ഫോറിൻ കീ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് കൂടെ എഴുതണം, അല്ലെങ്കിൽ ഈ ഒരു സിൻടാക്സും കൂടെ എഴുതണം. എന്താണ് അത്? ഡിഫൈൻ ചെയ്തതിന് ശേഷം ഫോറിൻ കീ റെഫറൻസസ്, ഏത് ടേബിളിലാണ് റെഫറൻസ് ചെയ്യേണ്ടത്? കസ്റ്റമർ ഡീറ്റെയിൽസ് അല്ലേ. ഓർഡർ ഡീറ്റെയിൽസ് ഉള്ളത് കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെ CID-നാണ് റെഫറൻസ് ചെയ്യുന്നത്. സോ ഫോറിൻ കീ റെഫറൻസസ് ഏത് ടേബിളിലാണോ റെഫറൻസ് ചെയ്യുന്നത്, അതാണ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ ഉള്ളത്. സോ കസ്റ്റമർ ഡീറ്റെയിൽസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിൽ ഏത് കോളം CID, അതാണ് അവിടെ പ്രൈമറി കീ. സോ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിൻടാക്സ് നല്ലപോലെ ഓർത്ത് വെക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ ലാബ് എക്സാമിൻ്റെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഫോറിൻ കീ പ്രൈമറി കീ ഒക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. സോ സിൻടാക്സ് നല്ലപോലെ നോക്കി വെക്കാം. സോ ഇൻ ദിസ് ക്വയറി CID is a table, order details is made as foreign key which is reference of CID column in customer details table അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. സോ യൂസിങ് ഫോറിൻ കീ കൺസ്ട്രെയിൻ അറ്റ് കോളം ലെവൽ, നമ്മൾ കോളം ലെവൽ എങ്ങനെ നോക്കാം? അതായത് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫോറിൻ കീ ആഡ് ചെയ്യെങ്കിൽ ആൾട്ടർ ടേബിൾ, ഏതാണ് ടേബിൾ? ഓർഡർ ഡീറ്റെയിൽസ്, ആഡ് ഫോറിൻ കീ ആഡ് ചെയ്തു. ഏതാ ഫോറിൻ കീ ആക്കുന്നത്? CID-നെയാണ് ഫോറിൻ കീ ആക്കുന്നത്. റെഫറൻസസ് ഏത് ടേബിൾ? കസ്റ്റമർ ഡീറ്റെയിൽസ്, അവിടെ ഏത് കോളം? CID എന്നുള്ള കോളം. സോ ഈ രീതിയിൽ നിങ്ങൾക്കും ആൾട്ടർ ചെയ്തിട്ട് ഫോറിൻ കീ ഇമ്പോസ് ചെയ്യാൻ പറ്റും. സോ ബിഹേവിയർ ഓഫ് ഫോറിൻ കീ കോളം ഓൺ ഡിലീറ്റ് സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി കീ ആയിട്ട് ഉപയോഗിച്ചിട്ട ടേബിളിലാണ് റിലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഫക്ട്സ് ഫോറിൻ കീ ആയിട്ട് ഉപയോഗിച്ചെടുത്ത് വരും അല്ലേ. സോ അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ആദ്യം പറഞ്ഞു, ആ ടേബിൾ കാണിച്ചപ്പോൾ 2 ടേബിളും കൂടെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ there are 2 ways to maintain the integrity of data in child table. Child table എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിൻ കീ ആയിട്ട് കൊടുക്കുന്ന ടേബിൾ. ഓക്കെ, when a particular record is deleted in main table, when 2 tables are connected with foreign key and certain data in main table is deleted, അതായത് നമ്മൾ റെഫറൻസ് ചെയ്യുന്ന ടേബിൾ, തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ ആണെങ്കിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് ഉള്ള ടേബിളാണ് അവിടെ നമ്മൾ റെഫറൻസ് ചെയ്യുന്ന ടേബിൾ അല്ലേ. സോ ആ റെഫറൻസ് ചെയ്യുന്ന ടേബിളിലെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സോ ദ മെയിൻ ടേബിൾ, അതാണ് മെയിൻ ടേബിൾ. കസ്റ്റമർ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് മെയിൻ ടേബിൾ. സോ ഇഫ് യു ഡിലീറ്റ് ആൻഡ് സെർട്ടൺ ഡാറ്റ ഇൻ മെയിൻ ടേബിൾ ഈസ് ഡിലീറ്റഡ്, നമ്മൾ മെയിൻ ടേബിൾ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്തു, കസ്റ്റമർ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്തു വിചാരിക്കുക. ഫോർ വിച്ച് എ റെക്കോർഡ് എക്സിസ്റ്റ് ഇൻ ചൈൽഡ് ടേബിൾ. നേരത്തെ കസ്റ്റമർ ഡീറ്റെയിൽ 101 എന്നുള്ളൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നില്ല, ഒരു കസ്റ്റമർ ഐ ഡി ഉണ്ടായിരുന്നു. അത് നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? ഓർഡർ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് ഇഫ് യു ഡിലീറ്റ് എ data from main table means customer details table and which is one of which record is, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? ചൈൽഡ് ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ then we must have some mechanism to save the integrity of data in child table. കാരണം 101 എന്നുള്ളത് മെയിൻ ടേബിൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു, പക്ഷേ അത് നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? ചൈൽഡ് ടേബിൾ ആയിട്ടുള്ള കസ്റ്റമർ ഡീറ്റെയിൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഓർഡർ ഡീറ്റെയിൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ലോസ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടി വരും നമ്മൾ
സോ അതിനുള്ള രണ്ട് മെത്തേഡാണ് ഡിലീറ്റിംഗ് ഫോറിൻ കീ. നമ്മൾ ഫോറിൻ കീ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട സാധനങ്ങളാണ്. ഒന്ന് കാസ്കേഡ് ഓൺ ഡിലീറ്റ് കാസ്കേഡ് എന്ന് പറയും, നൾ ഓൺ ഡിലീറ്റ് നൾ. ഓക്കെ, കാസ്കേഡ് വാല്യൂ അല്ലെങ്കിൽ നൾ കൊടുക്കുക. എന്താണെന്ന് പറയാം, തൊട്ടടുത്ത സ്ലൈഡിൽ നോക്കാം. ഓൺ ഡിലീറ്റ് കാസ്കേഡ് മീൻസ് ദിസ് വിൽ റിമൂവ് ദ റെക്കോർഡ് ഫ്രം ചൈൽഡ് ടേബിൾ ഇഫ് ദ വാല്യൂ ഓഫ് ഫോറിൻ കീ ഡിലീറ്റഡ് ഫ്രം മെയിൻ ടേബിൾ. അതായത് മെയിൻ ടേബിളിൽ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്താൽ ചൈൽഡ് ടേബിളിൽ നമ്മൾ അതുമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എല്ലാം ലോസ് ആയി പോകും. അതായത് തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നമ്മൾ 101 എന്നുള്ളൊരു എൻറ്റിറ്റി നമ്മൾ എവിടെ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, മെയിൻ ടേബിൾ ആയിട്ടുള്ള കസ്റ്റമർ ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്നുണ്ട്. സപ്പോസ് കസ്റ്റമർ ഡീറ്റെയിൽസ് എന്നുള്ള ടേബിളിൽ ഞാൻ 101 അങ്ങ് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ ആ ടേബിൾ നോക്കുക, കസ്റ്റമർ ഡീറ്റെയിൽസ് എന്നുള്ള 101 എന്നുള്ള ആ എൻ്റെ റോ ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ സമയത്ത് ചൈൽഡ് ടേബിൾ ആയിട്ടുള്ള ഓർഡർ ഡീറ്റെയിൽസിന് 101 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് മെത്തേഡാണ്. അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ മെത്തേഡ് അവിടെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും അതായിട്ടുള്ള ഇൻഫർമേഷൻ മൊത്തം പോകണം. അതായത് ഓർഡർ ഡീറ്റെയിൽസിൽ 101 എന്നുള്ള മൊത്തം ഇൻഫർമേഷൻ പോകും. അതാണ് ഓൺ ഡിലീറ്റ് കാസ്കേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഓൺ ഡിലീറ്റ് നൾ. ദിസ് വിൽ സെറ്റ് all the values in that record of a child table as null for which the value of foreign key deleted from the main table. So രണ്ടാമത്തെ മെത്തേഡ് ആ മുഴുവൻ ഇൻഫർമേഷൻ ലോസ് ആവില്ല, പകരം 101 ആണ് മെയിൻ ടേബിൾ, ആ എൻ്റെ റോ ഡിലീറ്റ് ചെയ്താൽ ഓർഡർ ഡീറ്റെയിൽസിൽ 101 ഉള്ളിടത്ത് എന്തായി പോകും, നള്ളായി പോകും. സോ ഏതാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫോറിൻ കീ വരുന്ന അവിടെ നമ്മൾ നൾ വാല്യൂ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യും. സോ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഡിലീഷൻ കാസ്കേഡ് അല്ലെങ്കിൽ ഡിലീഷൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഒന്ന് ഓൺ ഡിലീറ്റ് കാസ്കേഡ് അവിടെ ഡിലീറ്റ് ചെയ്താൽ ഇവിടെയും ഡിലീറ്റ് ആയി പോകും. രണ്ടാമത്തത് ഓൺ ഡിലീറ്റ് നൾ, മെയിൻ ടേബിൾ ഡിലീറ്റ് ആയാൽ അത് ചൈൽഡ് ടേബിളിൽ നമ്മൾ അല്ലെങ്കിൽ ഫോറിൻ കീ ആയിട്ട് ഉപയോഗിച്ചെടുത്ത് നൾ വാല്യൂ വരും, ആ പർട്ടിക്കുലർ വാല്യൂ. ഈ രണ്ട് രീതിയിലാണ് നമ്മളിത് അഡ്രസ് ചെയ്യുന്നത്. സോ ഇഫ് വി ഡോണ്ട് യൂസ് എനി ഓഫ് ദിസ് എബോവ് then you cannot delete the data from the main table for which data is child table access. So we will get an error if we try to do so. ഫോറിൻ കീ ഉപയോഗിച്ച് നിങ്ങൾ ലാബ് ചെയ്യാൻ വരുമ്പോൾ സമയത്ത് ഇങ്ങനത്തെ എററുകൾ സാധാരണ വരാറുണ്ട്. സോ ഇത് ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ഫോറിൻ കീൻ്റെ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ നോക്കണം. ഒന്നെങ്കിൽ കാസ്കേഡ് ഡിലീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നൾ കൊടുക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഡിലീഷൻ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിനിലേക്ക് പോവുകയാണ് നമ്മൾ, ചെക്ക് കൺസ്ട്രെയിൻസ്. ചെക്ക് ചെയ്യുക അല്ലേ, നമ്മളൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ട് ടേബിളിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് അത്രയും പണി കുറഞ്ഞു. സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും കൂടെ അവിടെ കൊടുക്കും. ചെക്ക് കൺസ്ട്രെയിൻ ഈസ് യൂസ്ഡ് ടു റെസ്ട്രിക്ട് ദ ഡാറ്റ ഓഫ് എ കോളം ബിറ്റ്വീൻ എ റേഞ്ച്. നമ്മൾ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ പർട്ടിക്കുലർ കോളത്തിലേക്ക് എന്ത് ഡാറ്റ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യാം. ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇറ്റ് പെർഫോം ചെക്ക് ഓൺ ദി വാല്യൂ ബിഫോർ സ്റ്റോറിങ് ദം ഇൻ ടു ഡാറ്റാബേസ്. നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് സ്റ്റോർ ആവുന്നുള്ളൂ. It's like condition checking for saving data into a column before. Okay, using check condition table level നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതാണ്. നമ്മൾ സാധാരണ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് അല്ലേ, SID ഇൻറ്റു നോട്ട് നൾ ചെക്ക്. അവിടെ ID എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഉണ്ടാവും നമ്മൾ വാല്യൂല്. നമ്മൾ -5 ഒന്നും ID കൊടുക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ഇവിടെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. എന്തെങ്കിലും എറർ വാല്യൂ വരുന്നത് ഇവിടെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് എന്ന് ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണോ കണ്ടീഷൻ അത് കൊടുക്കുക. എന്താ കണ്ടീഷൻ, ഇവിടെ സ്റ്റുഡൻറ്റ് ID എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. ദെൻ നെയിം വാർക്കാർ നോട്ട് നൾ ഏജ് ഇൻ. സോ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ടേബിളിലേക്ക് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ വാല്യൂസ് തന്നെ കൊടുത്തിട്ട് SID ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 0-നെക്കാട്ടിലും ചെറുത് കൊടുക്കാൻ പറ്റില്ല, 0യും കൊടുക്കാൻ പറ്റില്ല. സോ അത് ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ഡാറ്റ സ്റ്റോർ ആവുള്ളൂ, ഈ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിലേക്ക് ഡാറ്റ സ്റ്റോർ ആവുന്നുള്ളൂ. സോ അതിനാണ് നമ്മൾ ചെക്ക് കൺസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത്. അതിന് കോളം ലെവൽ കൊടുക്കാൻ വേണ്ടി ടേബിൾ ഉണ്ടാക്കിയ ശേഷമാണെങ്കിൽ ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് ചെക്ക്. ഏത് കൺസ്ട്രെയിൻ ആണ്, ചെക്ക് കൺസ്ട്രെയിൻ ഇൻ സ്റ്റുഡൻറ്റ് ടേബിൾ വിച്ച് കോളം SID എന്നുള്ള കോളത്തിന് കണ്ടീഷൻ എന്താണ്, SID ഗ്രേറ്റർ ദാൻ 0. സോ ഈ രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഡിഫോൾട്ട് constraints. This constraint is used to provide a default value for the field. ഒരു ഡിഫാൾട്ട് വാല്യൂ കൊടുക്കാനാണ്. നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കോളത്തിന് വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡിഫാൾട്ടായിട്ട് അവിടെ എന്തെങ്കിലും ഒരു വാല്യൂ വരണം. സോ അതിനാണ് ഡിഫാൾട്ട് കീവേഡ് അല്ലെങ്കിൽ ഡിഫാൾട്ട് കൺസ്ട്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇഫ് ദ ടൈം എൻ്റർ എ ന്യൂ റെക്കോർഡ് ഇൻ ദ ടേബിൾ, if the user does not specify any value for this field, then the default value will be assigned to them. For example, the below query will create table name student and specify the default value for the field age 18.
ഒരു ഏജ് 18 ആക്കി നമ്മൾ ഡിഫാൾട്ടായി സെറ്റ് ചെയ്യാണ്. ആ പർട്ടിക്കുലർ ടേബിളിലേക്ക് നമ്മൾ എന്തെങ്കിലും വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏജിൻ്റെ വാല്യൂ നള്ളാക്കി വിട്ടാൽ. സോ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് ID ഇൻറ്റ് നോട്ട് നൾ നെയിം വേർക്യാർ നോട്ട് നൾ ഏജ് ഇൻറ്റ് അതിന് ഡിഫാൾട്ട് കൊടുത്തു. സോ അതിൻ്റെ കീവേഡ് ഡിഫാൾട്ട് എന്ന് എഴുതിയിട്ട് എന്താണോ വാല്യൂ അവിടെ വരുന്നത് അത് എഴുതി കൊടുക്കുക. സോ ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിലേക്ക് ഞാൻ വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പം ഐഡിയും നെയിമും മാത്രമാണ് കൊടുത്തത് വിചാരിക്കും. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ ID ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ അല്ലേ സ്റ്റുഡൻറ്റ് ID നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാല്യൂസ് കൊടുത്തു. ഏജിൻ്റെ വാല്യൂ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിഫാൾട്ടായിട്ട് അവിടെ എന്ത് വരും? 8 എന്നുള്ള വാല്യൂ വരും. അല്ലെങ്കിൽ നമ്മളിവിടെ എന്താണ് കൊടുക്കുന്നത് ആ വാല്യൂ വരും. സോ ആ രീതിയിലാണ് നമ്മൾ ഡിഫാൾട്ട് വാല്യൂ കൊടുക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ SQL കൺസ്ട്രെയിൻസിനെ പറ്റി പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. ഇത് എക്സാമിനും ചോദിക്കാറുണ്ട് ഈ കൺസ്ട്രെയിൻസിൻ്റെ കാര്യം. അത് എങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എല്ലാം ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, സിൻടാക്സ് നോക്കി വെക്കുക, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് SQL ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം ആൻഡ്, ഓർ, നോട്ട്, ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ SQL എങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്, ക്വയറീസ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലോജിക്കൽ യൂസിങ് ദീസ്, അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യൂസിങ് ദീസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് നോക്കാം. ആൻഡ്, ഓർ, നോട്ട് ആർ ദി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ വേർ ക്ലോസിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആൻഡും ഓർ നോട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. വേർ ക്ലോസ് വെച്ചിട്ടാണ് ആൻഡ് ഓർ നോട്ട് ഉപയോഗിക്കുന്നത്. കണ്ടീഷൻ ഒക്കെ വരുമ്പോഴാണ് ഇത് സാധാരണ ഉപയോഗിക്കുക. ദി ആൻഡ് ഓർ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഫിൽറ്റർ റെക്കോർഡ് ബേസ്ഡ് ഓൺ മോർ ദാൻ വൺ കണ്ടീഷൻ. അല്ലേ, ആൻഡും ഓറും നമ്മൾ മോർ ദാൻ വൺ കണ്ടീഷൻ വരുന്ന സമയത്തിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, കണ്ടീഷൻ 1 ആൻഡ് കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ രണ്ടും ട്രൂ ആയിരിക്കണം. കണ്ടീഷൻ 1 ഓർ കണ്ടീഷൻ 2 എന്നാൽ ഏതെങ്കിലും ഒന്ന് മതി. അല്ലേ, നിങ്ങൾക്കറിയാം ഓറും ആൻഡും ഓപ്പറേഷൻ അത് തന്നെയാണ്. സോ മോർ ദാൻ വൺ കണ്ടീഷൻ വരുന്ന സമയത്താണ് നമ്മൾ ഇത് ആൻഡും ഓറും ഉപയോഗിക്കാം. പക്ഷേ നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ മാത്രമുള്ളപ്പോൾ ഉപയോഗിക്കാം, അത് ഓപ്പോസിറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദി ആൻഡ് ഓപ്പറേറ്റർ ഡിസ്പ്ലേ എ റെക്കോർഡ് ഇഫ് ഓൾ ദി കണ്ടീഷൻ സെപ്പറേറ്റ് ബൈ ആൻഡ് ആർ ട്രൂ. അല്ലേ, നമുക്കറിയാം ആൻഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ആൻഡ് ഓപ്പറേഷൻ 1 ആണെങ്കിൽ ഓൾ വാല്യൂസ് ട്രൂ ആവണമെന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. ദെൻ ഓർ ഓപ്പറേറ്റേഴ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അല്ലേ, ഓർ ഓപ്പറേഷനിലെ കണ്ടീഷൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവും. ദി നോട്ട് ഓപ്പറേഷൻ ഡിസ്പ്ലേ റെക്കോർഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ. കണ്ടീഷൻ നോട്ട് ട്രൂ ആണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ സിൻടാക്സുകളാണ് ഇവിടെ പറഞ്ഞത്. ആൻഡിൻ്റെ സിൻടാക്സ് സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം, ഏത് ടേബിളാണ് കൊടുക്കുക, വേർ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, കണ്ടീഷൻ 1 ആൻഡ് കണ്ടീഷൻ 2 ആൻഡ് കണ്ടീഷൻ 3 ആൻഡ് അങ്ങനെ പോകും. സോ ഇതെല്ലാം ഈ കണ്ടീഷൻ 1ഉം 2ഉം 3ഉം അങ്ങനെ എത്രയാണോ ഉള്ളത് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ടേബിളിൽ നിന്ന് കോളം 1ഉം കോളം 2 എടുക്കുള്ളൂ. അതായത് എനിക്കിപ്പോൾ നിങ്ങളൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി, ഞാൻ നിങ്ങളെ റോൾ നമ്പറും നെയിം മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3 ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അതൊന്നും എനിക്ക് വേണ്ടത് മാർക്ക് 1നും മാർക്ക് 2നും മാർക്ക് 3നും 50 എബോവ് കിട്ടിയ ആൾക്കാരെ വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സെലക്ട് റോൾ നമ്പർ നെയിം എന്ന് കൊടുക്കും. ഫ്രം നിങ്ങളുടെ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് നെയിം എന്നാണ്. സ്റ്റുഡൻറ്റ് നെയിം വേർ കണ്ടീഷൻ പറഞ്ഞാൽ മാർക്ക് 1 ഗ്രേറ്റർ ദാൻ 50 ആൻഡ് മാർക്ക് 2 ഗ്രേറ്റർ ദാൻ 50 ആൻഡ് മാർക്ക് 3 ഗ്രേറ്റർ ദാൻ 50 അങ്ങനെ കണ്ടീഷൻ കൊടുത്തു. സോ ഇത് മൂന്നും സാറ്റിസ്ഫൈ ആവുന്ന റോസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് സെലക്ട് ചെയ്യുള്ളൂ. സോ അതാണ് ആൻഡ് ഓപ്പറേഷൻ. ഓറേഷൻ്റെ സിൻടാക്സ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ഈ ആൻഡ് ഉള്ളിടത്തൊക്കെ ഓറാക്കി കൊടുത്താൽ മതി. സോ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ അത് വരും, ഔട്ട്പുട്ട് വരും. സോ സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ 1 ഓർ കണ്ടീഷൻ 2 ഓർ കണ്ടീഷൻ ട്രൂ. സി ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ എനിക്ക് ഔട്ട്പുട്ട് ട്രൂ ആയി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ കോളംസ് എല്ലാം എനിക്ക് വരും. ദെൻ നോട്ട് സിൻടാക്സ് സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം വേർ നോട്ട് കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്, അതായത് എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ 50ൽ കുറഞ്ഞ മാർക്കുള്ളവരെ വേണം വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സെലക്ട് നെയിം റോൾ നമ്പർ നെയിം ഫ്രം സ്റ്റുഡൻറ്റ് ടേബിൾ വേർ നോട്ട് കണ്ടീഷൻ ഞാൻ കൊടുക്കും മാർക്ക് ഗ്രേറ്റർ ദാൻ 50. അല്ലേ, മാർക്ക് ഗ്രേറ്റർ ദാൻ 50 അല്ലാത്തവർ, അല്ലേ, നോട്ടാണ്, നെഗേഷനാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ആൻഡ് ഓർ നോട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. സോ സിമ്പിളാണ് അല്ലേ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പറ്റുകയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കുക, എവിടെന്നെങ്കിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് SQL കൺസ്ട്രെയിൻസും അതേപോലെ SQL ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും. നിങ്ങൾ ലാബ് ചെയ്യുന്ന സമയത്തും അതേപോലെ നിങ്ങൾ തിയറി എക്സാമിനും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പത്തെ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലാപ്ടോപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ PostgreSQLൻ്റെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിൽ മാസ്റ്റർ ആവും. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.